എത്ര വീടായിരുന്നു വേണ്ടത്? 300 അല്ലേ? ഇതൊക്കെ വലിയ കാര്യമാണോ? കോൺഗ്രസിന് ഇതൊക്കെ നിസ്സാരം. പണമൊക്കെ പിരിച്ചിട്ടുണ്ട്, അതൊക്കെ എന്നെ കട്ടുബോധിച്ചു. അല്ല, പണം റെഡിയാണെന്ന് പറയുമായിരുന്നേ. 100 വീട് നമ്മുടെ രാഹുലിന്റെ വക, പിന്നെ 100 ലീഗ് തരുന്നു, ബാക്കി 100 ഞങ്ങളും തരുന്നു. കഴിഞ്ഞില്ലേ? ഇത്രേ ഉള്ളു കാര്യം. എല്ലാവർക്കും വീട് കിട്ടിയില്ലേ? 20 മാസം കഴിയുന്നു. സംസ്ഥാന സർക്കാരിന്റെ വയനാട് ടൗൺഷിപ്പും റെഡിയായി. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരുമല്ലോ, അന്ന് വാഗ്ദാനം ചെയ്ത വീട് എവിടെ കോൺഗ്രസേ? അതിനായി പിടിച്ച പണം എവിടെ? അതൊക്കെ കിട്ടും. വീട് നിർമ്മാണത്തിന് കട്ട് ഓഫ് ഡേറ്റ് ഒന്നും ഇല്ലല്ലോ. അതെ, വളരെ ശരിയാണ്. ജനങ്ങളെ നിന്ന് പിരിച്ച പണമാണെന്ന് കരുതി അവർ ആവശ്യപ്പെടുമ്പോൾ വീട് കൊടുക്കാൻ പറ്റോ? കോൺഗ്രസിനോട് തോന്നണ്ടേ? പിന്നെ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഫെബ്രുവരി 26-നായിരുന്നു ആ തറക്കല്ലിടൽ നാടകം. ആദ്യം വീട് നൽകുമെന്ന് പ്രഖ്യാപനം നടത്തിയ രാഹുൽ ഗാന്ധി തന്നെ തറക്കല്ലിടാനെത്തി. ഒപ്പം വയനാട് MP പ്രിയങ്ക ഗാന്ധിയും. 250 വീടുകൾ വാഗ്ദാനം ചെയ്തിട്ട് വെറും 50 വീടുകൾക്കാണ് തറക്കല്ലിട്ടത്. പോട്ടെ, അതെങ്കിലും പൂർത്തിയായോ? എവിടെ? തറക്കല്ലിട്ട കാര്യം തന്നെ കോൺഗ്രസ് മറന്നു. വീടുമില്ല, ഒന്നുമില്ല. We have said that we are here to help in any way possible. Congress family would like to commit to build 100+ houses here. നിരവധി പേരുടെ ജീവിതത്തിന് നിറമേകിക്കൊണ്ടാണ് മുണ്ടക്കൈ ചൂരൽമലയിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ മാർച്ച് 1-ന് വീടുകൾ ഉയർന്നത്. കോൺഗ്രസും മറ്റ് സംഘടനകളും CMDRF-ലേക്ക് സംഭാവന ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ ദുരിതാശ്വാസ നിധിയിലേക്ക് പൊതുജനങ്ങളോട് സഹായം അഭ്യർത്ഥിച്ച് ധനസമാഹരണം നടത്തിയപ്പോൾ പണം നൽകരുതെന്ന് പറഞ്ഞ് ക്യാമ്പയിൻ വരെ നടത്തിയിരുന്നു. തങ്ങൾ വീട് നിർമ്മിച്ച് നൽകുമെന്നായിരുന്നു അന്ന് കോൺഗ്രസിന്റെ വീരവാദം. എന്നിട്ടോ ശിലാസ്ഥാപനത്തിനായി കെട്ടിയ പന്തൽ അഴിച്ചുകൊണ്ടുപോയതല്ലാതെ മറ്റൊന്നും നടന്നിട്ടില്ല. എത്ര പിരിച്ചെടുത്തെന്നും അറിയില്ല, ആരൊക്കെ പുട്ടടിച്ചെന്നും അറിയില്ല. യൂത്ത് കോൺഗ്രസും പോഷക സംഘടനകളും നാട് മുഴുവൻ നടന്നാണ് അന്ന് പണം പിരിച്ചത്. തന്റെയും KPCC പ്രസിഡന്റിന്റെയും സംയുക്ത അക്കൗണ്ടിലാണ് പണമെന്നാണ് VD സതീശൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എത്ര പണം കയ്യിലുണ്ട്? അല്ല, അക്കൗണ്ട് ഏത് ബാങ്കിലാണ്? വളരെ ന്യായമായ ചോദ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചത്. പക്ഷെ അതിനും ഉത്തരമില്ല. മുണ്ടക്കൈ ചൂരൽമല പിരിവ് നടത്തിയ 2024-25 AICCയുടെ ബാലൻസ് ഷീറ്റിൽ 350.12 കോടി രൂപയാണ് കൂപ്പൺ വിറ്റ് ജനങ്ങളിൽ നിന്ന് പിരിച്ചതെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹെഡിലാണോ ദുരിതബാധിതരെ സഹായിക്കാനുള്ള പിരിച്ച തുകയെന്നും മുഖ്യമന്ത്രി ചോദിച്ചിട്ടുണ്ട്. ഏതൊരു സാധാരണ മനുഷ്യനും തോന്നുന്ന സംശയമാണത്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രം ഇതൊന്നും പ്രശ്നമായി തോന്നുന്നതേയില്ല. 350 കോടിയിൽ 78.69 കോടി രൂപ ഒഴിച്ചുള്ള ഫണ്ട് PR വർക്കിനായി ചിലവഴിച്ചെന്നും 78 കോടിയിൽ 1.74 കോടി പ്രത്യേക ആവശ്യത്തിനായി വകയിരുത്തിയെന്നും പറയുന്നു. ദുരിതബാധിതർക്കായി 1.74 കോടി മാത്രമാണോ അപ്പോൾ മാറ്റിവെച്ചത്? അതോ അതും ദൂർത്തടിച്ച് തീർത്തോ? വായി തോന്നുന്ന പൈസ എവിടെ പോയി? എന്റെയും KPCC പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിലാണ് പൈസ. ഇനി സതീശൻ പറയുന്നത് പോലെ പണം KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെ അക്കൗണ്ടിലാണെങ്കിൽ നാമനിർദ്ദേശ പത്രികയിലെ സത്യവാങ്മൂലത്തിൽ ഈ പണത്തിന്റെ കണക്ക് കാണിച്ചിട്ടുണ്ടോ? 300 വീടിന്റെ കണക്ക് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ മാത്രമേ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് കഴിയൂ. കുറുക്കിക്കൊള്ളുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ കള്ളത്തരം മറയ്ക്കാൻ അവർ നിശബ്ദരാകും. ദുരിതബാധിതർക്കായി പിരിച്ച പണത്തിന്റെ കാര്യത്തിലും സംഭവിച്ചത് അത് തന്നെ. കോൺഗ്രസ് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞ് വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുമ്പോൾ വീടിന്റെ രൂപരേഖ പോലും തയ്യാറായിരുന്നില്ല. ഇതാണ് വസ്തുത. കോൺഗ്രസിന്റെ ഗ്യാരണ്ടിയുടെ ബാക്കി പത്രമായി ആ കല്ലുകൾ ഇപ്പോഴും അവിടെ കിടക്കുന്നെന്ന് മാത്രം. ഇവരുടെ കയ്യിലേക്കാണോ ജനങ്ങൾ ഒരു സംസ്ഥാനം വിശ്വസിച്ച് ഏൽപ്പിക്കേണ്ടത്?